മൈ വെന്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഫാബ്രിക് എന്താ പറയുക, ഈ ബാത്തിക് പ്രിന്റ് വന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ഹക്കോബയുടെ യോക്ക് വന്നിട്ട് ഇതേപോലെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പീച്ച് കളറിലോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എന്താ പറയുക, എപ്പോഴും ഇതിന്റെ ബോർഡർ നമ്മൾ താഴെയായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ മേലെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നെക്കിൽ കുറച്ച് പോർഷൻ ലൈനിങ് ഇല്ലാണ്ട് കൊടുത്തിട്ട് ഒരു ബോർഡ് നെക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ്, ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ബാക്കിലേക്ക് ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ വരുന്നത്. നല്ലൊരു കളറാട്ടോ, ശരിക്കും ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് എന്ന് പറയില്ലേ, ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിന് സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു നല്ല നല്ല ഭംഗിയാണ് കളറും ആ ഒരു വർക്കും കൊടുത്തേക്കണേ. അപ്പൊ കുറച്ച് പോർഷൻ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പോർഷൻ ഇന്നർ കാണാണ്ട്, എന്നാലും അത് അതിന്റെ സീ ത്രൂ കുറച്ച് കണ്ടാലും ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ലൈനിങ് കവർ ചെയ്യണമെങ്കിൽ ചെയ്തുതരാം. അപ്പോൾ ബാക്ക് സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ട് കുറച്ച് പോർഷൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഈ ഒരു ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വിത്തൗട്ട് ലൈനിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ലൈനിങ് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. നല്ല അടിപൊളി കുറച്ച് ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമ്മളുടെ അടുത്തുള്ളൂ. അജ്രക്കിലോട്ട് ഈ പ്രാവശ്യം എ ലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡോട്ട്സ് വരുന്നൊരു ഡിസൈൻ നല്ല അടിപൊളിയാട്ടോ. കുറച്ച് ഞാൻ പറയേ, ഇത് അജ്രക്കാണെങ്കിലും ഈ ഫാബ്രിക്സ് ഒക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ഇത് നമുക്ക് ഇത്രയും കുറച്ച് ലിമിറ്റഡേ ഉള്ളൂ. ഇതുപോലെ ഇതിന്റെ യോക്കിലോട്ട് നമ്മൾ ചെറിയൊരു ബസ് ലെവലിൽ കട്ടിങ് കൊടുത്തിട്ട് വേറൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ സെക്കൻഡ് വൺ ഈ ഡിസൈനാണ്. ഇത് തിരിച്ചും മുകളിലോട്ട് ഇതിന്റെ മുകളിൽ ഡോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴോട്ട് ഈ ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. അജ്രക്കിന്റെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇത്. ഈ ഒരു ഡിസൈൻ സെക്കൻഡ് വൺ ഇത്. അപ്പൊ ഞാൻ ഈ രണ്ട് ഡിസൈൻസും വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ ഈ വേറെ ഇതേക്കണേല് ഒരു പലാസോ സെറ്റ് ചെയ്യാനായിട്ട് ഇത് ക്രേപ്പും കൊണ്ടുള്ള ഒരു പലാസോ ബോട്ടം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇതിന് മാച്ചായിട്ട് ഇത് തന്നെ ഇട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. വൈറ്റ് ഒക്കെ ഇട്ടാലും അതിനെക്കാട്ടിലും ഭംഗി ഈ ഒരു കളർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോട്ട് സെറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു പലാസോ ബോട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ഇത് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ട് സെറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതേപോലെ ടോപ്പ് ബോട്ടം നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡിലോട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ക്രേപ്പ് കൊണ്ടുള്ള ബോട്ടമാണ് കോട്ട് സെറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ലുക്ക് അജ്രക്കിൽ നമ്മൾ ഇതേപോലെ എ ലൈൻ വിത്ത് ശരിക്കും ഒരു വേറെ ജോർജറ്റിലൊക്കെ ഉള്ള എ ലൈൻ ടോപ്പ് ചെയ്യണമായിരുന്നു നമ്മൾ ചെയ്ത് നോക്കിയതാണ്. യോക്ക് ഇതേപോലെ സെപ്പറേറ്റ് കൊടുത്തിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഞാൻ പറയാം ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന അജ്രക്കിന്റെ മെറ്റീരിയലാണ്. ബ്ലാക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ല നമ്മളുടെ കയ്യിൽ. അപ്പം ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പ്രിന്റ് ഫസ്റ്റ് ഇതേപോലെ ഉണ്ടാവും. ഞാൻ അടുത്ത പ്രിന്റ് വേറെ കാണിച്ചാൽ. ഓക്കെ. അപ്പം അടുത്ത പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത്. ഇത് ചെറിയ ഡോട്ട് താഴെ വന്നിട്ട് മേളിലോട്ട് ഇതേപോലെ ഒരു ഹൈനെക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരു ചെറിയ വി കട്ടിങ് കൊടുത്ത് ബസ് ലെവൽ വരയ്ക്കും വേറെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ. താങ്ക് യു.